എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മദ്യപാനത്തിലൂടെ സെക്സ് ആസ്വദിക്കുന്നവർ, ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ നല്ലൊരു മദ്യപാനിയാണോ? അതുപോലെ തന്നെ ലൈംഗിക വീഴ്ച തുടങ്ങുന്നതിന് മുൻപ് മദ്യം കഴിക്കുന്നത് നിങ്ങളൊരു ശീലമാണോ? എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അതെ, പ്രത്യേകിച്ച് ഗർഭധാരണം ഉദ്ദേശിച്ചുള്ള ലൈംഗിക ബന്ധത്തിൽ ഇത് നിങ്ങൾക്ക് വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. എന്നാൽ പലരും കരുതും, ഞാൻ നല്ലൊരു മദ്യപാനിയാണല്ലോ, എങ്കിൽ വീട്ടിൽ മൂന്നാലെണ്ണം ഉണ്ടല്ലോ കുട്ടികളെന്ന്. അതെ, എന്നാൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പലരുടെയും ശരീരം പല വിധത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മദ്യം അകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ലൈംഗികമായി പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബീജങ്ങൾക്ക് പോലും ആരോഗ്യക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കതവിടെ സാധ്യമാവുകയില്ല. മാത്രവുമല്ല, ഗർഭധാരണം നീളാനും സാധ്യതയുണ്ട്. മദ്യപിച്ചുള്ള ലൈംഗിക വീഴ്ച തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു ഹരം പകരുമെങ്കിലും പിന്നീട് നിങ്ങൾക്കിത് പല പ്രശ്നങ്ങളിലേക്കാണ് ചെന്നെത്തിക്കുക. അതെ, മദ്യപാനം നിങ്ങളുടെ ലൈംഗിക തൃഷ്ണയെയും ഉദ്ധാരണശേഷിയെയും കാര്യമായി ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇത് നിയന്ത്രിച്ച് നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു പരിധിവരെ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് നിർത്താനാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് എഡിക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഊരിപ്പോരാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ കൂടിയാണ് കാർന്നു. നിങ്ങളിലെ പല പ്രശ്നങ്ങളും അഥവാ ലൈംഗിക ചോദന കുറയൽ, അതുപോലെ തന്നെ ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ, അതുപോലെ ഡയബറ്റിസ്, പലതരത്തിലുള്ള മാറാരോഗങ്ങളെല്ലാം നിങ്ങൾക്ക് മദ്യപാനത്തിലൂടെ പിടികൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലൈംഗിക തൃഷ്ണയെ തന്നെ കാര്യമായി ബാധിക്കുന്ന, നിങ്ങളുടെ ബീജങ്ങളുടെ ഉൽപാദനത്തെ പോലും കാര്യമായി ബാധിക്കുന്ന, ബീജങ്ങളുടെ ആരോഗ്യം കുറക്കുന്ന മദ്യപാന ശീലങ്ങളിൽ നിന്ന് തുടക്കത്തിലെ വിട നൽകുക. ഇത് നിങ്ങൾക്ക് ഹെൽത്തിയായി ജീവിക്കുവാനും നിങ്ങളുടെ ലൈംഗിക ബന്ധം കൂടുതൽ ഡേ ടു ഡേ മികവുറ്റതാക്കാനും സഹായിക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you next time.